ഹലോ അമ്മ, ഇങ്ങനെ ടെൻഷൻ അടിക്കല്ലേ. ഞാൻ ആദ്യമായിട്ടൊന്നുമല്ലോ കേട്ടോ ഫ്ലൈറ്റിൽ കയറണേ. ഇങ്ങോട്ട് വന്നതും ഇതേ പേടകത്തിലാണ്. പിന്നെ അമ്മ എന്തിനാ പേടിക്കണേ? എൻ്റെ ആദു, വിമാനം പൊട്ടി വീണേക്കുമോ എന്ന് പേടിച്ചിട്ടൊന്നുമല്ല. കഥയും ബോധവും ഇല്ലാത്ത കുട്ടിയായതുകൊണ്ട് നേരത്തും കാലത്തും അവിടെ നിന്ന് ഇറങ്ങിയില്ലെങ്കിലും എന്ന് കരുതി വിളിച്ചതാ. നിന്റെ സമയമാവുന്നവരെ കാത്തു നിൽക്കാൻ ഫ്ലൈറ്റ് നിന്റെ അച്ഛൻ ശ്രീനിവാസം വാങ്ങിയതൊന്നുമല്ല. അത് ഓർമ്മിച്ചിട്ട് വേണം ഓരോന്നൊപ്പിക്കാൻ. എൻ്റെ അച്ഛയ്ക്ക് ശ്രീമാൻ നാരായണമേനോൻ എന്ന എൻ്റെ അച്ചാച്ചൻ സ്ത്രീധനമായിട്ട് നല്ലൊരു തുക കൊടുത്തിരുന്നെങ്കിൽ എപ്പോഴേ സ്വന്തമായിട്ടൊരു ഫ്ലൈറ്റിൻ്റെ ഷോറൂം തന്നെ തുടങ്ങിയേനെ. പാവം എൻ്റെ അച്ഛൻ്റെ ഒരു വിധി. കൊച്ചേ, കാലത്ത് തന്നെ എന്നെയും കൊണ്ട് നല്ല മലയാളം പറയിക്കാതെ പോയി കുളിച്ചിട്ടിങ്ങി വാടി. വെച്ചോ. ഷാർപ്പ് 9:20 തന്നെ ഞാൻ എയർപോർട്ടിലെത്തും. ഇതേ ആർദ്ര ശ്രീനിവാസൻ്റെ വാക്കാ. ഓ ആയിക്കോട്ടെ, നേരത്തും കാലത്തും ഇങ്ങ് എത്തിയാൽ കൊള്ളാം. ദാ കണ്ടില്ലേ, രാവിലെ തന്നെ എന്നെ ചൊറിയാൻ വന്ന ആളാണ് എൻ്റെ മാതാശ്രീ ശ്രീമതി ഗീതാ ശ്രീനിവാസൻ. ഞാനും പുള്ളിക്കാരിയും എപ്പോഴും ഇങ്ങനെയാ, ഫുൾ ടൈം അടിയാ. അമ്മ എന്നെ കയറി ചൊറിയും, ഞാൻ കയറി അങ്ങ് മാന്തും, ചിലപ്പോൾ തിരിച്ചും. ഞാൻ തോൽക്കാനായാൽ സ്വയം അമ്മ അതങ്ങ് ഏറ്റെടുക്കും. വർഷങ്ങൾക്ക് ശേഷം ഞാൻ എൻ്റെ നാട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. എൻ്റെ പഠിപ്പും മറ്റു നൂലാമാലകളും ഒക്കെ കഴിഞ്ഞു. ഇനി സ്വസ്ഥമായിട്ട് ഏതെങ്കിലും ഒരുത്തിനെ കെട്ടണം. കെട്ടുന്നവൻ്റെ തലയിൽ തബല വായിക്കണം. അത്രയേ ഉള്ളൂ ആഗ്രഹം. കെട്ടാൻ മുട്ടി നിൽക്കുമൊന്നുമല്ല കേട്ടോ, പക്ഷേ ഈ വിളി അതിനു വേണ്ടി തന്നെയാണ്. ഒരു പ്രായം കഴിഞ്ഞാൽ പെൺകുട്ടികൾ നേരിടുന്ന പ്രധാന വെല്ലുവിളി തന്നെയാണ് കല്യാണം. ശരിക്കും എനിക്കിതൊരു ഒളിച്ചോട്ടമാണ്. വേദനിപ്പിക്കുന്ന പല പല ഓർമ്മകളിൽ നിന്നുമുള്ള ഒളിച്ചോട്ടം. തേപ്പും വാർപ്പും ഒന്നും അല്ല കേട്ടോ, ആരും തെറ്റിദ്ധരിക്കണ്ട. ഇനിയും കഥ പറഞ്ഞിട്ട് നിൽക്കാൻ ടൈമില്ല. ഇപ്പം തന്നെ 8 മണിയായി. 8:30 ഇറങ്ങിയാലേ 9 മണിക്കെങ്കിലും എയർപോർട്ടിലെത്താൻ പറ്റൂ. അപ്പോൾ ബാക്കിയൊക്കെ പിന്നെ. കുളിയൊക്കെ കഴിഞ്ഞ് ഭാഗ്യത്തിന് കൃത്യസമയത്ത് തന്നെ എയർപോർട്ടിലെത്തി. ഫ്ലൈറ്റിൽ കയറി വിൻഡോ സീറ്റ് കിട്ടിയില്ല. അടുത്തിരിക്കുന്ന ആളോട് എക്സ്ചേഞ്ച് ചെയ്യാൻ ചോദിക്കാമെന്ന് കരുതിയപ്പോൾ ആള് ഭയങ്കര ബിസി. ചെവിയിലൊരു കുന്തവും കയറ്റി പാട്ടും കേട്ട് സീറ്റും ചാരി ഇരിക്കുകയാണ്. മുഖം കാണാൻ കഴിഞ്ഞില്ല. ഞാനൊന്ന് വിളിച്ചു നോക്കി. സർ ഞാൻ ഒന്നുകൂടി ഉറക്കെ വിളിച്ചു. വാട്ട്? നല്ല കനപ്പിച്ച് ഒരു വാട്ട് തന്നു. ഒന്ന് മുഖത്ത് നോക്കുക പോലും ചെയ്തില്ല. ആള് നല്ല ചൂടിലാണെന്ന് മനസ്സിലായി. അതുകൊണ്ട് ആവശ്യം പറഞ്ഞില്ല. തൽക്കാലത്തേക്ക് കിട്ടിയ സീറ്റ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഞാൻ ഒന്നും പറയാതെ സീറ്റിലേക്ക് ചാരിയിരുന്നു. മറുപടി കേൾക്കാഞ്ഞിട്ടാവണം അയാൾ തിരിഞ്ഞ് എന്നെ നോക്കിയത്. ഞാനും അങ്ങോട്ട് നോക്കിയപ്പോൾ എന്താണ് എന്ന അർത്ഥത്തിൽ ഒരു പുരികം ഉയർത്തി കാണിച്ചു. ഇൻസൈഡ് ചെയ്ത റെഡ് ഷർട്ടും ബ്ലാക്ക് പാൻറ്റും പിന്നെ ഒരു ഓവർകോട്ടും. ടോട്ടലി ഒരു ബിസിനസ്സുകാരൻ്റെ ലുക്കുണ്ട്. എൻ്റെ നോട്ടം സഹിക്കാൻ കഴിയാഞ്ഞിട്ടാവണം അയാൾ എന്നെ ഒന്ന് കൂർപ്പിച്ചു നോക്കി. പിന്നെ ഇംഗ്ലീഷിൽ എന്തൊക്കെയോ പിറുപിറുത്ത് വീണ്ടും പഴയപടിയിരുന്നു. വേറെ ഒന്നും മനസ്സിലായില്ലെങ്കിലും കൺട്രി ഫെലോസ് എന്ന് പറഞ്ഞത് മാത്രം നല്ല വൃത്തിയായിട്ട് മനസ്സിലായി. ജാടത്തണ്ടി നമ്മ മലയാളികളെ ഇവന് അറിയാഞ്ഞിട്ടാണ്. അവനെയും മനസ്സിൽ പ്രാഗി കണ്ണടച്ചു കിടന്നു. അപ്പോഴേക്കും അമ്മ വിളിച്ചു. ഹലോ അമ്മ, എഴുന്നേൽക്കാൻ ഇത്തിരി താമസിച്ചാലും എത്തേണ്ടടുത്ത് എത്തേണ്ട സമയത്ത് എത്തിയിരിക്കും ഈ ആർദ്ര ശ്രീനിവാസ്. ഓ സമ്മതിച്ചു. അവിടെ എയർപോർട്ടിൽ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ? ഇവിടെ എന്ത് കുഴപ്പം, യാത്രയൊക്കെ സുഖമായിരുന്നു. പിന്നെ ഫ്ലൈറ്റിൽ കയറിയപ്പോഴാണ് പ്രശ്നം. സൈഡ് സീറ്റ് കിട്ടിയില്ല. എക്സ്ചേഞ്ച് ചെയ്യാമെന്ന് വെച്ച് അടുത്തിരിക്കുന്നത് ഒരു ഡ്രാക്കുളയാ. എന്തെങ്കിലും ചോദിക്കാൻ ചിലത് കാണിച്ചു തിന്നാൻ വരുമോ? ഹിന്ദിക്കാരനാണെന്ന് തോന്നുന്നു, ബ്ലഡി കാട്ടുവാസി. ശരി അമ്മേ, ഞാൻ വെക്കുവാണേ, ബൈ. ഫോണും വെച്ച് തിരിഞ്ഞു നോക്കിയപ്പോൾ ആ ഹിന്ദിക്കാരൻ ഡ്രാക്കുള കണ്ണു ഉരുട്ടി നോക്കി പേടിപ്പിക്കുന്നുണ്ട്. ഞാൻ അയാളെ നോക്കി നന്നായി ഒന്ന് പുച്ഛിച്ച് തിരിഞ്ഞിരുന്നു. അറിയാതെ ഒന്ന് മയങ്ങി എഴുന്നേൽപ്പറ്റേപ്പോഴേക്കും അവിടെ എവിടെ നിന്നോ ആരോ മലയാളം സംസാരിക്കുന്നു. സാധാരണ വരുമ്പോഴൊക്കെ ആരോടെങ്കിലും കത്തിയടിച്ചിരിക്കാറാണ് പതിവ്. ഇന്ന് പറ്റിയ ആളെ ഒന്നും കിട്ടിയതുമില്ല. അതുകൊണ്ട് മലയാളം കേട്ട ദിക്കിലേക്ക് ഞാനൊന്ന് സൂക്ഷിച്ചു നോക്കി. ദേ, ഡ്രാക്കുള മലയാളം സംസാരിക്കുന്നു. ഇങ്ങൊരു മലയാളിയാണോ? അതാണ് ഇത്ര ജാട. നേരത്തെ ഞാൻ പറഞ്ഞതൊക്കെ ഡ്രാക്കുളയും മനസ്സിലായിട്ടുണ്ടാവോ? ഇല്ല, മനസ്സിലാണ് ഉദ്ദേശിച്ചെങ്കിലും നാക്കു പണി പറ്റിച്ച് ഇച്ചിരി സൗണ്ട് കൂടിപ്പോയി. കേട്ടതൊക്കെ മനസ്സിലായി. കൂളിംഗ് ഗ്ലാസ് ഒന്ന് ഊരി എൻ്റെ നേരെ നോക്കിക്കൊണ്ട് ഡ്രാക്കു പറഞ്ഞു. സോറി സർ, ഇറ്റ്സ് ഓക്കെ, ജസ്റ്റ് ലീവ് ഇറ്റ്. അത് എനിക്ക് സൈഡ് സീറ്റ് കിട്ടിയില്ലെങ്കിൽ എന്തോ പോലെയാ, അത് ചോദിക്കാൻ. സ്റ്റോപ്പ് ഇറ്റ്. എനിക്കിത്രയും ലൂസ് ടോക്കിന് തീരെ താല്പര്യമല്ല. എന്തോ അയാൾ അങ്ങനെ പറഞ്ഞപ്പോൾ വിഷമം തോന്നി. സാരയില്ല, എനിക്ക് കിട്ടേണ്ടത് തന്നെയാ.
പിന്നെ ഞാൻ അയാളോടൊന്നും മിണ്ടാൻ പോയില്ല. നാട്ടിലെത്തി എയർപോർട്ടിൽ ഇറങ്ങിയപ്പോൾ അയാൾ എന്നെ നോക്കുന്നത് കണ്ടു. ഞാൻ അയാളെ മൈൻഡ് ചെയ്യാതെ പോയിട്ട് കുറച്ച് മാറി നിന്ന് അയാളെ വാച്ച് ചെയ്തു. ഒരു കൊച്ചുകുട്ടി വന്ന് അയാളോടൊപ്പം സെൽഫി എടുക്കുന്നത് കണ്ടു. അയാളാണെങ്കിൽ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു. സെൽഫിക്കൊക്കെ പോസ് ചെയ്യാൻ ഇയാളാരാ, സിനിമാ നടനോ? പിന്നെയും ആരൊക്കെയോ വന്ന് അയാളോട് സംസാരിക്കുകയും സെൽഫി എടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. മീഡിയാസും ഉണ്ടല്ലോ. നമ്മളെയൊന്നും ഒരാളും മൈൻഡ് ചെയ്യുന്നില്ല. എവിടെ എൻ്റെ ഫാദർ മിസ്റ്റർ ശ്രീനിവാസൻ? ഇവിടെയൊക്കെ തിരഞ്ഞിട്ടും ആളെ കണ്ടില്ല. ഒരു ബിസ്ക്കറ്റിൻ്റെ പാക്കറ്റ് പുറത്ത് വന്നിടിച്ചപ്പോഴേ ആളെത്തിയിട്ടുണ്ടെന്ന് മനസ്സിലായി. ഡി, ഞങ്ങൾ ഇവിടെയാ, ഇങ്ങോട്ട് വാ. വന്നിടിച്ച സാധനം എവിടെ നിന്ന് വന്നതാ എന്ന് നോക്കി നിന്നപ്പോഴാണ് ഋത്വിക് വിളിക്കുന്നത് കണ്ടത്. കൂടെ അച്ഛനുമുണ്ട്. ഋത്വിക് ആരാണെന്നല്ലേ? എൻ്റെ ഫ്രണ്ടാണ്. ഫ്രണ്ടെന്ന് വെച്ചാൽ കട്ട ഫ്രണ്ട്. ഞാൻ സിംഗപ്പൂരിൽ പോകുന്നതിന് മുൻപ് വരെ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. അച്ഛയ്ക്ക് ഞാനും ഋത്വിയും ഒരുപോലെയാണ്. ചില സമയം എന്നേക്കാളും സ്നേഹം അവനോടാ. എൻ്റെ അച്ഛനും അമ്മയും എവിടെ പോയാലും മായാവിയിലെ ലുട്ടാപ്പിയെ പോലെ ഇവനും കൂടെ ഉണ്ടാവും. കുന്തത്തിന് പകരം പൊട്ടിപ്പൊളിഞ്ഞ ബൈക്കാണെന്ന് മാത്രം. ഞാൻ ഓടിപ്പോയി അവരെ രണ്ടാളെയും കെട്ടിപ്പിടിച്ചു. സ്നേഹപ്രകടനങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ വീട്ടിലേക്ക് പോയി. ആ ബിസ്ക്കറ്റ് അവിടെ വെക്കടി. അമ്മ അവിടെ സ്പെഷ്യലായിട്ട് എന്തൊക്കെയോ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് കഴിച്ചാലേ നീ അതെങ്ങനെയാണ് കഴിക്കുന്നത്? ഓ, അതൊക്കെ അങ്ങ് ഇറങ്ങിക്കോളും. നിനക്കറിയില്ലേ ഇതെൻ്റെ ഫേവറേറ്റ് ആണെന്ന്? എത്ര ബിസ്ക്കറ്റ് കിട്ടിയാലും അതൊക്കെ നിമിഷ നേരം കൊണ്ട് തീർക്കാൻ എനിക്ക് പ്രത്യേക കഴിവാണ്. ഐ ആം റിയലി പ്രൗഡ് ഓഫ് മീ. സ്വയം പുകഴ്ത്തലൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി മൃഷ്ടാന ഭോജനവും ഒരു ഉറക്കവും കഴിഞ്ഞ് എഴുന്നേറ്റപ്പോഴേക്ക് വൈകുന്നേരമായിരുന്നു. വീട്ടിലെവിടെയും അച്ഛനെ കാണാഞ്ഞിട്ട് അമ്മയോട് ചോദിച്ചപ്പോൾ ആള് സ്നേഹതീരത്തിലേക്ക് പോയി എന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ അവിടെയും പോയി കറങ്ങിയിട്ട് വരാമെന്ന് കരുതി ഇറങ്ങി. ഈ സ്നേഹതീരം എൻ്റെ അച്ഛൻ നടത്തുന്ന ഓർഫനേജാണ്. പണ്ടൊക്കെ ഞാൻ സ്ഥിരം പോകുന്നതായിരുന്നു. വന്നിട്ട് അത്ര വരെ പോയില്ലെങ്കിൽ മോശമല്ലേ? എൻ്റെ അമ്മൂട്ടി എന്നെ ഓർക്കുന്നുണ്ടാവോ എന്തോ. പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ വിട്ടു. പോകുന്ന വഴിക്കാണ് ചുമരിൽ പതിപ്പിച്ച ഒരു പോസ്റ്ററിലേക്ക് എൻ്റെ കണ്ണ് പതിഞ്ഞത്. ഡ്രാക്കുള.